ഇന്നത്തെ റെസിപ്പിയെ പറ്റി നമ്മൾ സംസാരിക്കുവാണ് എങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു ബിരിയാണി ഫ്ലേവേർഡ് ടൊമാറ്റോ റൈസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഒരു വെജിറ്റബിൾ മഞ്ചൂരിയൻ, അതായത് പിള്ളേർ പച്ചക്കറി തിന്നില്ലേൽ തീറ്റിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കറിയായത്. നമ്മുടെ ടൊമാറ്റോ റൈസ്, അതായത് ബിരിയാണി ഫ്ലേവർ ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടി സാധനം എന്നാന്ന് ഞാൻ പറയാൻ പോവാ, എഴുതിയെടുത്തു. ഇതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണയല്ല കേട്ടോ, വെജിറ്റബിൾ ഓയിലാണ് വേണ്ടിയേ. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ ആകുമ്പോഴത്തേന് ഒരു 50-50 റേഷ്യോയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് വെജിറ്റബിൾ ഓയിലുണ്ട്, പിന്നെ ഒരു ഇച്ചിരി നെയ്യുണ്ട്. ഒരു നെയ്യുടെ മണം വരാൻ മാത്രം എടുത്തോ, എന്നാലും 50-50 റേഷ്യോ കേട്ടോ എടുക്കുന്നത്. പിന്നെ ഒരു ഇച്ചിരി സവാള, ഒരു വലിയ മുഴുത്ത സവാള നീളത്തിലരിഞ്ഞത്. സ്പൈസസ് എന്നാക്കിയാന്ന് വെച്ചാൽ പട്ട വേണം, ഏലക്ക വേണം, പിന്നെ ഇച്ചിരി ഗ്രാമ്പൂ വേണം. സ്പൈസസ് ഇത്രയേ ഉള്ളൂ. ഇനി വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി അരച്ചത്, പിന്നെ ഇച്ചിരി ഇഞ്ചി അരച്ചത്, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് തേങ്ങ നല്ല മഷി പോലെ അരച്ചതാന്നേ, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചതാ, പിന്നെ കുറച്ച് തൈര്, അതായത് ഒരു ഇച്ചിരി എന്നാ പറഞ്ഞ ഒത്തിരി പുളിയല്ല, ഒരു ഇച്ചിരി പുളിയുള്ള തൈരാണ്, കട്ട തൈര്. പിന്നെ ഇച്ചിരി നാരങ്ങാ നീര് വേണം, പിന്നെ കുറച്ച് ടൊമാറ്റോ. ഇത് ഒന്നെങ്കിൽ ടൊമാറ്റോ ആയിട്ട് ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടൊമാറ്റോ അരച്ചെടുത്ത് ഇട്ടാലും മതി, രണ്ടിലേതായാലും കുഴപ്പമില്ല. പിന്നെ ഒരു ലേശം പഞ്ചസാര, പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് പുതിന ഇല, മിൻറ്റ് ലീവ്സ് കുറച്ച് വേണം, പിന്നെ ഉപ്പ് അറിയാലോ, ഒരു ഇച്ചിരി എന്നാ പറയുന്നത് സ്വാദനുസരിച്ച്, പിന്നെ ബാസ്മതി റൈസ്. ഇത്രയും സാധനവാ നമുക്ക് ആദ്യം വേണ്ടേ. ഏതിനാ? ടൊമാറ്റോ റൈസിന് വേണ്ടിയ സാധനങ്ങൾ ഇത്രയുവാ. അപ്പോൾ ആദ്യം ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ അരി ഉണ്ടല്ലോ, ഒരു 2 കപ്പ് അരി എടുത്തേക്കുന്നേ. ആ അരി കഴുകി കുതിർത്തിട്ട് ഞാൻ ഊറ്റി വെച്ചേക്കുവാ ഇത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? ഇതിന് വേണ്ടി ഗ്രേവി നമുക്ക് ആദ്യം ഉണ്ടാക്കാം. അതിന് ഗ്രേവി എല്ലാം ആക്കിയേച്ചേ നമുക്ക് ചെറിയ തീയിലോട്ട് വയ്ക്കാവേ. ഇല്ലെന്നുണ്ടെങ്കിൽ മെനക്കെട എത്ര നേരെ ഇളക്കിക്കൊണ്ട് നിന്നാലാവുന്നതെന്നറിയോ? പാൻ വെച്ചേച്ച് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയും ഒരു ഫുൾ ടേബിൾ സ്പൂൺ, അതായത് നിറച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഇതിനകത്ത് ചേർക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയില്ലേ, അതിനകത്തോട്ട് ഇടണം. ഇത് വറുക്കാനുള്ളതല്ല, നമുക്ക് ഗ്രേവിക്കുള്ളതാ. അന്നേരം മൂപ്പിച്ചെടുക്കണ്ട. ഒത്തിരി എന്നാ പറയുക, നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്തെടുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് വേണ്ട, ഒന്ന് വഴറ്റി എടുത്തേച്ചാൽ മതിയേ. എൻ്റെ ഉള്ളി ഇച്ചിരി ഇട്ടത് ഇച്ചിരി വാടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാൻ പോവാം. എന്നുവെച്ച് ഇനി ഇതിൻ്റെ പച്ചച്ചൊവ ഒന്ന് മാറണം. ആ പച്ചച്ചൊവ മാറുന്ന സമയം കൊണ്ട് നമുക്ക് എന്നാ ചെയ്യണമെന്നോ, കുറച്ച് മസാല പൊടിക്കണം. അതായത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഇടാനുള്ളത്. അതല്ല ഇങ്ങനെ ഇടികല്ലേ വെച്ച് ഇടിച്ചേച്ചിടാനാന്നേലും അങ്ങനെ മതി. പക്ഷെ നമ്മൾ മിക്സിയിൽ വെച്ച് പൊടിക്കുവാണെങ്കിലും ഉണ്ടല്ലോ, അതൊരു ഇച്ചിരി ഒരു മണം വരും. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കറികളിലൊക്കെ ഇടുമ്പുന്ന സമയത്തുണ്ടല്ലോ, എപ്പോഴും ഇച്ചിരി തീ കുറച്ച് വെച്ചോണം. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഇച്ചിരി അടി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ സമയം അതായത് ഇതിൻ്റെ പച്ചച്ചൊവ മാറുകയും വേണം, എന്നാൽ നമുക്ക് മസാല പൊടിക്കുകയും വേണ്ട. അപ്പോൾ അത് രണ്ടും കൂടെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് നീറ്റാവും. അപ്പോൾ ഇനി മസാല പൊടിക്കാനുള്ള എന്നൊക്കെയാ പറയാം.
4 കഷ്ണം പട്ട മതി. പിന്നെ ഒരു 3-4 ഗ്രാമ്പുവേ, ഗ്രാമ്പു അല്ല ഏലക്ക, അതേപോലെ തന്നെ ഒരു 3-4 ഗ്രാമ്പു. ഇതിനെ നമുക്കൊന്ന് പൊടിക്കാം. ഇച്ചിരി ഒന്ന് ചതഞ്ഞ് കിട്ടും, അത് മതി. ഇതിനകത്തോട്ട് ഞാൻ ഈ പൊടിച്ച മസാല ഇടാൻ പോവാണ്. ഒത്തിരി അല്ല, നമ്മൾ ഇടികല്ലയിലൊക്കെ വെച്ച് ചതയ്ക്കുവല്ലേ എന്ന് പറഞ്ഞ കൂട്ടേ ആവത്തുള്ളൂ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചച്ചൊവ മാറി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നാ ചെയ്തു, കുറച്ച് മസാലയും കൂടെ പൊടിച്ച് ഇതിനകത്ത് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു എന്നാ പറയുന്ന ഇച്ചിരി മുളക് പൊടി ഇടാൻ പോവാം. എന്നുവെച്ച് ഈ മുളക് പൊടി ഇച്ചിരി ഒന്ന് പച്ചച്ചൊവ മാറ്റണേ. എരിവ് ഇച്ചിരി കൂടുതൽ വേണ്ടിയവർക്ക് എന്നാന്നോ മുളക് പൊടി ഒത്തിരി ഇടണ്ട, അതിന് പകരം ഇച്ചിരി പച്ചമുളക് ചതച്ചിട്ടേച്ചാൽ മതി. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന തേങ്ങ ഇല്ലേ, അത് കുറച്ച് ഇടണം. ഇനി തേങ്ങ ഇട്ടു. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അരച്ചു വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പില്ലേ, അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കും. അണ്ടിപ്പരിപ്പ് ഇച്ചിരി കൂടുതൽ ഇട്ടാലും നല്ല ടേസ്റ്റ് കിട്ടും. ആ തൈര് ചേർക്കുമ്പോഴത്തേക്ക് മാത്രമേ ഒരു ഇച്ചിരി നേരം എടുക്കത്തുള്ളൂ. എന്നതാണോ എന്നാ തൈരിനകത്ത് ബേസിക്കലി ഇച്ചിരി വാട്ടർ കണ്ടന്റ് ഉണ്ട്. ആ വാട്ടർ കണ്ടന്റ് ഒന്ന് പോയാൽ നല്ല, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു തൈരിൻ്റെ ഒരു മണമില്ലേ, അത് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇച്ചിരി തൈര് ചേർക്കാൻ പോകും. തൈരിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് മാറണം. ഇതിനൊരു ഇച്ചിരി നേരം എടുക്കുക. എന്നാന്നോ നമ്മളിത് ചേർക്കുമ്പോഴത്തേക്ക് തന്നെ ആ തൈര് ഒന്ന് വെള്ളമായേച്ച് അത് ഇച്ചിരി കേർഡിലാവും. എന്നുവെച്ചാൽ അത് പിരിഞ്ഞു പോയേച്ച് അതിനകത്തെ വെള്ളം എല്ലാം വറ്റിയേച്ച് പിന്നെ നമ്മുടെ ഈ അരപ്പുമായിട്ട് അങ്ങ് നല്ലതായിട്ട് ചേരും. അതൊരു ഇച്ചിരി സമയം. ണെങ്കിൽ ആ തൈരിൻ്റെ എന്നാ പറയുന്ന വെള്ളമെല്ലാം മാറിയിട്ട് എണ്ണ ഇപ്പം നല്ലതായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി, ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, ഒരു ഇച്ചിരി നാരങ്ങ നീര് ഒഴിക്കണം. ഇച്ചിരി നാരങ്ങ നീരും കൂടി ഒഴിച്ചേച്ച് എന്നാ ചെയ്യണമെന്നോ നമ്മുടെ ആ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോ ഇല്ലേ, അത് ചേർക്കണം. ഈ ടൊമാറ്റോ ഒന്നെങ്കിൽ ഇങ്ങനെ ചേർക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മിക്സിയിൽ അടിച്ചേച്ചാലും മതി. ഇനി ടൊമാറ്റോ ഇച്ചിരി ഒന്ന് വെന്ത് നമ്മുടെ എന്നാ പറയുന്ന കറിയായിട്ട് ഒന്ന് ചേർന്നിട്ട് ആവണം. എന്നാൽ ഇച്ചിരി ടൊമാറ്റോ കാണുകയും വേണം. പിന്നെ ഇത്രയും വേവാൻ തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി പഞ്ചസാര ഇടണം. അതായത് ബേസിക്കലി നമ്മൾ ചേർക്കുന്ന തൈര് ചേർക്കുന്നുണ്ട്, നാരങ്ങാ നീര് ചേർക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ടൊമാറ്റോ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 സാധനവും ബേസിക്കലി അത് പുളിയാണ്. അന്നേരം ആ പുളിയെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ഇച്ചിരി പഞ്ചസാര. പഞ്ചസാരയും നല്ലതായിട്ട് ചേർത്ത് വെച്ച്
ഇതിനകത്തോട്ട് നമ്മുടെ മല്ലിയിലയും പിന്നെ ഇച്ചിരി പുതിന ഇലയും പിന്നെ നമ്മുടെ ഒരു ഇച്ചിരി മെയിൻ ഉപ്പും ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചേച്ചേ നമുക്ക് ആ ടൊമാറ്റോ ഒന്ന് വേവണം. ഇച്ചിരി സിമ്മാക്കി വെച്ചോണം. പിന്നെ വേവാൻ ഇടുന്നതിന് മുന്നേ ആണെന്നതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇച്ചിരി ഉപ്പും പുളിയൊക്കെ നോക്കി വെച്ച് ചേർത്തോണം. അപ്പോൾ ഒരു ഇച്ചിരി സമയം കൊടുത്താൽ ഈ ടൊമാറ്റോ ഗ്രേവി ആയിട്ടൊന്ന് നല്ലതായിട്ട് ചേർന്ന് നല്ല കറിയായിട്ട് വരും. എൻ്റെ ഗ്രേവി നമ്മൾ വേവാൻ വെച്ചേച്ചല്ലേ ബ്രേക്ക് പറഞ്ഞത്. അന്നേരം തിരിച്ചു വരുമ്പോൾ എത്രയായാലും ഗ്രേവി എന്തായെന്നുള്ളത് അറിയണ്ടേ. ഗ്രേവി നല്ലതായിട്ട് വെന്ത് നല്ല മാഷായി ഈ പറഞ്ഞ കൂട്ട് ആ നമ്മൾ ചേർത്ത നെയ്യും എല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യണ്ടേ? ഇതങ്ങ് ഓഫ് ചെയ്തേക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. ചെറിയ തീയിലിരുന്നാൽ മതി, വലിയ തീയിലിരിക്കണ്ട. ഇവിടെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ ആ അരിയില്ലേ, അരി ഒന്ന് വറുക്കാനിടാം. അപ്പോൾ നമ്മൾ ബിരിയാണി അരി വറുക്കുവാണെങ്കിൽ എപ്പോഴും വറുക്കാൻ നല്ല എന്നതാ നെയ്യ് തന്നെയല്ലേ നല്ലേ. അപ്പോൾ ഇച്ചിരി ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് വെച്ച് ഒരു പട്ട, ഒരു 2 ഗ്രാമ്പു, ഒരു 2 ഏലക്കായും കൂടെ ഇതിനകത്തോട്ട് ഇടുക. ഇതിനകത്തോട്ട് അരി ഇടുക. ഇനി ഇതിന് അരി ഇച്ചിരി നേരം എടുക്കുക. അതൊന്ന് വറുത്ത് വരുമ്പോഴത്തേക്കും എപ്പോഴും നോക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഒന്ന് പിടപിട ആവുന്ന പോലത്തെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തണം അരിയെ. അരി ഇച്ചിരി മൂത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം ഇച്ചിരി നികത്തി അങ്ങോട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് വെച്ച് തീ കുറച്ച് വെച്ചിട്ട് ഒരു ഇച്ചിരി നാരങ്ങ നീര് അതിനകത്തിനാണോ നമ്മുടെ അരി ഒന്ന് ഇച്ചിരി ഒട്ടാതെയൊക്കെ ഇരിക്കാനാണേ. ഇത്രയും അരിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ഒരു ഇച്ചിരി ഉപ്പിട്ടാൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രേവിയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടേച്ച് നമ്മളിവിടെ ആക്കി വെച്ചേക്കുന്ന ഗ്രേവിയില്ലേ അത് ഇതിനകത്തോട്ട് ചേർക്കണം. നല്ലതായിട്ട് അതായത് നമ്മുടെ ആ അരി അങ്ങോട്ട് തിളയ്ക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ നമ്മൾ ചേർത്തേക്കുന്ന ഗ്രേവി നല്ലതായിട്ട് ആ അരിയിലൊന്ന് മിക്സ് ആവണം. ഇല്ലെന്നുണ്ടെങ്കിൽ ചില ഭാഗത്താണെങ്കിൽ അരി വേകുമ്പോഴത്തേക്ക് വൈറ്റ് ആയി പോകും. അത് വേണ്ട. ടൊമാറ്റോ റൈസ് ഇസ് ബേസിക്കലി ഒരു റെഡിഷ് ടോൺ ആണ് അതിനുള്ളത്. പിന്നെ നികത്തി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ ചിലപ്പം ടൊമാറ്റോയും കുറച്ച് വാട്ടർ ചെയ്യുക. അന്നേരം നമ്മൾ ഒഴിക്കുന്ന വെള്ളവും കൂടി ഇച്ചിരി കൂടി പോയാൽ ചിലപ്പോൾ കുഴഞ്ഞായി പോകും. അതുകൊണ്ട് അത് വേണ്ട. ഇതെല്ലാം ചേർത്ത് വെച്ച് തീ നല്ലതായിട്ട് കൂട്ടി വെച്ച് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് തീ കുറച്ചാൽ മതി. ഇനി എൻ്റെ അരി ഇച്ചിരി വേവാനൊക്കെ സമയം എടുക്കും. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതിനൊരു സൈഡ് ഡിഷായിട്ട് ഞാനൊരു വെജിറ്റബിൾ റെസിപ്പിയും കൂടെ പറഞ്ഞു. അത് എളുപ്പമാട്ടോ ചെയ്യാൻ. പിള്ളേരെ കൊണ്ട് വെജിറ്റബിൾസ് തീറ്റിക്കാനുള്ളൊരു തട്ടിപ്പ് വിദ്യയും. അതിൻ്റെ കൂടെ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ചിക്കൻ ഫ്രൈയാണ്. അതെന്നാ പറ്റിയെന്ന് വെച്ചാൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് ഞാൻ ടൊമാറ്റോ റൈസ് മാത്രം ഉണ്ടാക്കിയിട്ട് ചിക്കൻ ഫ്രൈ കൊടുത്തു. അപ്പോൾ ടൊമാറ്റോ റൈസ് ഭയങ്കരമായിട്ട് ഏറ്റു. പിന്നെ ആണെങ്കിൽ ടൊമാറ്റോ റൈസ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് പതുക്കെ വെജിറ്റബിൾ മഞ്ചൂരിയനും കൂടെ അതിൻ്റെ ഇടയിലോട്ട് കയറ്റി. അങ്ങനെ ഈ 2 ഡിഷും ഇതിനൊരു കോമ്പിനേഷനായി മാറിയത് ശരിക്കും. ഇനിയിപ്പോൾ എൻ്റെ ടൊമാറ്റോയുടെ നമ്മുടെ ചേർത്ത വെള്ളവും എല്ലാം തിളച്ച് തുടങ്ങി. അപ്പോൾ ഇനി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി സിമ്മിൽ വെച്ചിട്ട് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയോ? അടുത്ത വെജിറ്റബിൾ മഞ്ചൂരിയൻ ആണേ. അതിന്
എണ്ണ ചൂടാവാൻ വെച്ചേച്ച് ഞാൻ ആ മിക്സ് ചെയ്യുന്നത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എണ്ണയും ചൂടാവും. മഞ്ചൂരിയൻ ബോൾസ് വെജിറ്റബിൾസ് വെച്ചിട്ട് ബോൾസ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്കത് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം എണ്ണ ചൂടാവാൻ വെച്ചാൽ നമുക്ക് അധികം നേരം പോവുമല്ലോ. ഇതിന് വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും വേണ്ട. വീട്ടിനകത്തുള്ള എന്നൊക്കെ പച്ചക്കറിയാണെന്നോ അതെല്ലാം ഗ്രേറ്റ് ചെയ്ത് കുഞ്ഞാക്കി ഇടാൻ പറ്റുമോ അതെല്ലാം ഇടുക. ഞാനിവിടെ ചെയ്തേക്കുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് ക്യാബേജ്, പിന്നെ കുറച്ച് ക്യാരറ്റ്, ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്യുക തന്നെ വേണേ. എന്നാന്ന് വെച്ചാൽ അരിഞ്ഞാലൊക്കുകയില്ല. കാര്യം വെച്ചാൽ നമ്മളിത് കുഴയ്ക്കുമ്പോഴത്തേക്ക് ബാറ്റർ ഒന്നുമില്ല കോട്ട് ചെയ്ത് എണ്ണയിലോട്ട് ഇടാനായിട്ട്. ഇത് നമ്മൾ ഇച്ചിരി കോൺഫ്ലവറും മൈദയും കൂടെ കുഴച്ചെടുത്തൊരു മാവ് പോലെ ആക്കി എടുത്തേച്ച് വറക്കുക. അന്നേരം പിന്നെ ഗ്രേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ എന്നാ പറയുന്നത് ബോൾസ് ആക്കി എടുക്കാൻ ഒക്കുകയില്ല. പിന്നെ ഇത് ഇച്ചിരി കോളിഫ്ലവറാണ്, അതും ഗ്രേറ്റ് ചെയ്താണ് എടുത്തേക്കുന്നത്. പിന്നെ ഇച്ചിരി ബീൻസ്, പിന്നെ ഇത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻസാണ്. സ്പ്രിംഗ് ഓണിയൻ ആകുമ്പോഴത്തേന് ഇച്ചിരി ഒരു മഞ്ചൂരിയൻ ഫ്ലേവർ വരും, അതുകൊണ്ടാണ്. പിന്നെ അതെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി, പിന്നെ ഇച്ചിരി ഉപ്പ്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇച്ചിരി മൈദ, പിന്നെ കുറച്ച് കോൺഫ്ലവർ, കുറച്ച് ചില്ലി സോസും കുറച്ച് സോയാ സോസും. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി പച്ചമുളക്. ഇത് നമ്മുടെ ഉള്ളിത്തണ്ടില്ലേ, അതിൻ്റെ നമ്മൾ സ്പ്രിംഗ് ഓണിയൻസ് മേടിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി വലുത് മേടിക്കുവാണെങ്കിൽ അതിൻ്റെ റൂട്ടായിട്ട് ഇച്ചിരി ഉള്ളി കിട്ടും. പിന്നെ കുറച്ച് വിനീഗർ. ഇതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ചില്ലി പേസ്റ്റാണ്. അതായത് ടൊമാറ്റോ സോസിന് പകരം ഞാനൊരു ഇച്ചിരി ചില്ലി പേസ്റ്റാണ് എടുത്തേക്കുന്നത്. അതാകുമ്പോൾ ഒരു ഇച്ചിരി എരിവും കാണും, എന്നാൽ ഒരു റെഡിഷ് കളർ വരികയും ചെയ്യും. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഉള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലേ, അതെല്ലാം കൂടെ ഞാനൊരു ബൗളിനകത്തോട്ട് ഇടാൻ പോവാം. കുറച്ച് ക്യാബേജ്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് കോളിഫ്ലവർ, കുറച്ച് ബീൻസ്, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്, പിന്നെ ഒരു ഇച്ചിരി വെളുത്തുള്ളിയും ഒരു ഇച്ചിരി ഇഞ്ചിയും. ഇതിനകത്തോട്ട് ഒരു 3 സ്പൂൺ മൈദയും 1 സ്പൂൺ കോൺസ്റ്റാർച്ചും ചേർക്കണം. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയോ, നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒട്ടും ചേർക്കുകയില്ല. ഈ വെജിറ്റബിൾസിൽ തന്നെ ഒരു ഇച്ചിരി വെള്ളമായ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കിതിനെ ഒരു എന്നാ പറയുന്ന ഒരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ മാവാക്കിയെടുക്കണം. ഇതിനകത്ത് ഒരു ഓപ്ഷനായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് ഇല്ലേ, അതായാലും ചേർത്താലും മതി. എല്ലാ മൈദ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. എന്നിട്ട് ഇത് ഓരോ കുഞ്ഞു കുഞ്ഞു ബോളാക്കി വെച്ച് നമ്മുടെ എണ്ണയിലോട്ട് ഇടണം. ഇപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ ബോൾസ് എല്ലാം ഇട്ടേക്കുക. ഇതിൽ 1-2 എണ്ണം മാത്രം നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി എന്നാന്ന് ചെയ്യേണ്ടതെന്ന് അറിയാവോ, ഈ ഒരു പരുവത്തിന് നമുക്കത് കോരി മാറ്റി വെച്ച് ബാക്കി ബോൾസും ഇതേമാതിരി ഈ പരുവത്തിന് ഇച്ചിരി എടുത്തേച്ചാൽ മതി. അത് എന്നിട്ട് എന്നാ ചെയ്യണം, രണ്ടാമത് എണ്ണ ഒന്നുകൂടെ ചൂടായതിന് ശേഷം നമുക്കിത് ഒന്നുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ബോൾസ് ആയിട്ട് കിട്ടും. ഇനി ഇത് വറുത്ത് കോരാനായിട്ട് ഒരു പാത്രം എടുക്കട്ടെ. ഇപ്പം ഞാൻ ആ ബോൾസ് മുഴുവൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ എന്നാന്നറിയാം, പിള്ളേർക്ക് ഇഷ്ടമാണെങ്കിൽ ചായക്കൊക്കെ ഇത് ചുമ്മാ തിന്നാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇനി അടുത്ത് എന്നാന്ന് വെച്ചാൽ അതേ ചീനച്ചട്ടി തന്നെ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഇഞ്ചി, ഇച്ചിരി വെളുത്തുള്ളി, ഒരു ഇച്ചിരി പച്ചമുളക്,
അനുസരിച്ച് പച്ചമുളക് ചേർത്ത് വെച്ചാൽ മതി. ഇനി ഇത് ഇച്ചിരി ഒന്ന് മൂക്കണം. അതിൻ്റെ ആ പച്ചച്ചൊവയൊന്ന് മാറുന്ന പരുവാന്നേ. ഇന്ന് ഞാൻ ഈ വെജിറ്റേറിയൻ എണ്ണത്തിന് ഇവിടെ ഉണ്ടാക്കുന്നതെന്നല്ല ഇപ്പം അന്വേഷിച്ചത്. കാര്യം എന്നാന്നോ, ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്നറിയോ? ശരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം. കാര്യം കുറച്ചുകൂടെ എളുപ്പത്തിൽ ഞാൻ പറയുവാണെങ്കിൽ ഒരൊറ്റ പാട്ട് കൊണ്ട് തന്നെ നമ്മുടെ മലയാളികളെയൊക്കെ എന്നാ പറയുക, നമ്മുടെ മലയാളികളുടെയൊക്കെ മനസ്സ് പിടിച്ചിങ്ങനെ കീഴടക്കിയ ഒരു പാട്ട് തന്നെ അദ്ദേഹം പാടിയത്. അദ്ദേഹത്തെ പറ്റി പറയുവാണെങ്കിൽ ആകാശവാണിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, പിന്നണി ഗായകനാണ്. ഒരുപാട് സസ്പെൻസ് ഇടുന്നുണ്ടല്ലോ അല്ലേ? എന്നാന്നോ ഇന്ന് വരാൻ പോകുന്ന ആരാന്നറിയോ? ശ്രീറാമാണ് ഇവിടെ വരാൻ പോകുന്നത്. ഒറ്റയ്ക്കല്ല, കുടുംബസമേത ഇവിടെ വരുന്നത്. മോളാണെങ്കിൽ നല്ല അസലായിട്ട് പാട്ട് പാടും കേട്ടോ. മോടെ പേര് കാഞ്ചന എന്നാണ്. ഈ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ആനീസ് കിച്ചണിനകത്തെ പാട്ട് കൊണ്ട് അങ്ങ് എനിക്ക് വയ്യ. എനിക്ക് ഒത്തിരി എന്നാ സന്തോഷമാണെന്നറിയാവോ ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക്. ഇനി ഒത്തിരി പറഞ്ഞു പോയാൽ എൻ്റെ ഈ പറഞ്ഞ കൂട്ട് അവർക്ക് കൊടുക്കാനുള്ള കറിയെല്ലാം കൂടെ കരിഞ്ഞു പോകും. അതൊക്കെയല്ലോ നമുക്ക് പാട്ടിൻ്റെ ഒരു ലോകം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ നല്ല ആഹാരം കൊടുക്കണ്ടേ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തേ. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ആ ഒണിയനില്ലേ, ഏതാ നമ്മുടെ സവാള അല്ലെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഒണിയനകത്ത് വരുന്ന ആ ഒണിയൻ ബൾബ്സ് എന്നതിന് പറയുന്നത്, അത് കുറച്ചിടുക. സവാള ആണെങ്കിൽ അത് മതി. ഇതിനൊത്തിരി മൂക്കണ്ട കേട്ടോ. എന്ന് വെച്ച് ഇതിനകത്തോട്ട് നമ്മുടെ സോസ് എല്ലാം ചേർക്കണം. കുറച്ച് ചില്ലി സോസ്, കുറച്ച് സോയാ സോസ്, ഇത് ലൈറ്റ് സോയാ സോസാണ്. പിന്നെ ഒരു ഇച്ചിരി ചില്ലി പേസ്റ്റ് ഇട്ടേച്ചാൽ മതി. കാര്യം എന്നാന്നോ, എന്നാ പച്ചമുളക് നമ്മൾ ചേർത്തേക്കുക, അന്നേരം എരിവൊക്കെ ഇച്ചിരി കൂടി പോയാൽ ഇച്ചിരി പാടല്ലേ. പിന്നെ ഒരു ഇച്ചിരി വിനീഗർ. ഇനി ആ സോസൊക്കെ നമ്മൾ ചേർത്തേക്കുന്നതിൻ്റെ ഒരു തിക്നെസ് എന്നാ പറയുന്നത് ഗ്രേവിയിൽ വരണം. ആ ഒരു വെള്ളം പോലെയൊക്കെ വരുവല്ലേ സോസിന്, ആ വെള്ളമയം ഒന്ന് മാറണം. പിന്നെ ഇതിനകത്തോട്ട് ഇച്ചിരി ഒരു സ്പ്രിംഗ് ഓണിയൻ അങ്ങ് ചേർക്കണേ, എന്നാലേ ആ ഫ്ലേവറൊക്കെ വരത്തുള്ളൂ. ഇത് ഇച്ചിരി ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന ബോൾസ് ഇതിനകത്തോട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബോൾസ് എല്ലാം ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞു. ബോൾസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഇട്ട് ഇളക്കല്ലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സ്പ്രിംഗ് ഓണിയനെ ഇട്ടാൽ ഇനി പ്ലേറ്റ് ചെയ്യേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഇനി ഞാനിതൊന്ന് പ്ലേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ വെജിറ്റബിൾ മഞ്ചൂരിയൻ കേട്ടോ. അന്നേരം എന്നാന്നോ, പിള്ളേർക്ക് തനിയെ നമ്മൾ പച്ചക്കറി കൊടുക്കുകയാണെങ്കിലേ പിള്ളേർ ഇതെടുത്ത് മാറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെ തട്ടിപ്പ് ചെയ്താൽ പിള്ളേരുടെ വയറ്റിലോട്ട് നമുക്ക് പച്ചക്കറി കൊടുക്കുകയും ചെയ്യാം, അവരാരും എടുത്തു മാറ്റാൻ ഇതിൽ നോക്കത്തുമില്ല കേട്ടോ. അതിൻ്റെ കൂടെ നല്ല ടൊമാറ്റോ റൈസോ അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസോ ഏത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. നല്ല ഉഗ്രൻ ടേസ്റ്റാട്ടോ ഈ വെജിറ്റബിൾ ബോൾസിനും മഞ്ചൂരിയനും എല്ലാം. പിന്നെ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ റൈസിന് വേറെ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കൂട്ടി ഇച്ചിരി റൈത്തായും പപ്പടവും ഒക്കെ കൊടുത്താലും നല്ല ടേസ്റ്റാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ അതിലും നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമസ്തേ ചേട്ടാ. നമസ്തേ. ഹായ്. ഇപ്പോഴത്തെ ജനറേഷനോട് ഹായ് വേണോ നമസ്തേ വേണോ? നമസ്തേ ചേച്ചി. ഏത് വേണം? രണ്ടും വേണം. എന്നാൽ ഈ ജനറേഷൻ ഇപ്പൊ പറയുന്ന ഏതാന്ന് പറ. നല്ല കൊച്ചാട്ടോ. ഞാനിപ്പോ ശ്രീരാമേട്ടനെ കുറിച്ച് എന്റെ പ്രേക്ഷകരോട് ഞാൻ പറയുമായിരുന്നു, ശ്രീരാമേട്ട പേടിക്കണ്ട, എന്നെ ഇങ്ങനെ അന്തം വിട്ടൊക്കെ നോക്കുന്നത് എന്താ ഞാൻ ഈ പറഞ്ഞത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ശ്രീരാമേട്ട ഇത് കണ്ട് പേടിക്കണ്ട, ഞാനല്ലേ ഉണ്ടാക്കിയത്. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും ബാക്കി ഡീറ്റെയിൽ വിളമ്പേച്ചൊക്കെ പറയത്തുള്ളൂ. പക്ഷെ ശ്രീരാമേട്ടനെ കുറിച്ച് ഞാനിപ്പോൾ എൻ്റെ പ്രേക്ഷകരോട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. അതിലും മാത്രമല്ല, ശ്രീരാമേട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ സംഗീത വിദഗ്ധരായിരുന്നു അല്ലേ. അത് കണ്ടിട്ട് ഇപ്പം മകൻ സംഗീതത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് അതിൽ വലിയ അത്ഭുതമില്ല. പക്ഷെ അതിലും വലിയ അത്ഭുതം എന്താ അറിയോ,
മോളും ഇപ്പൊ സംഗീതത്തെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചേക്കുക. ചേച്ചി പാടുവോ? ചേച്ചി പാടൂല? അയ്യോ, അപ്പൊ പിന്നെ പാടുപെടുവോ? ഇവരുടെ പാട്ട് കേട്ടിട്ടോ? എനിക്ക് എപ്പോഴേ സംശയം തോന്നി. ഞാൻ നല്ല ഉദ്ദേശത്തിൽ ചോദിച്ചതാ. കാര്യം എന്നാന്നറിയോ, ചേച്ചിയുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നാന്ന് വെച്ചാൽ ഒരു പാട്ട് എപ്പോഴും കേൾക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു ശരിക്കും എന്താ പറയാ, ഒരു അനുഗ്രഹം, ഒരു സംഗീതമയമാ ആ വീടിനകത്ത്, ആ ഒരു കുടുംബത്തിന്. ഇല്ലേ? ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയും. തെറ്റ് കുറ്റങ്ങളൊക്കെ എങ്ങനെ പറയും? തെറ്റുകുറ്റങ്ങളൊക്കെ പറയും. അത് മാത്രം ചേട്ടൻ സ്ട്രെസ് ചെയ്താ പറയുന്നത്. പക്ഷെ എന്തായാലും ചേച്ചിയുടെ ഒരു ഭാഗ്യമായി. ഈ പറഞ്ഞുകൊണ്ട് ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ, അത് തന്നെ ഞാൻ പറയാനുള്ളൂ. പിന്നെ മോളാണെങ്കിൽ ഇപ്പത്തെ ന്യൂ ജനറേഷനിലെ കുഞ്ഞും കൂടിയല്ലേ. അന്നേരം ഈ പറഞ്ഞ വന്നോ ഫിലിമിൽ പാടിയോ മോളെ? ഫിലിമില് ഒരു ചിൽഡ്രൻസ് മൂവിയിൽ അത് അപ്പനും അമ്മയും അറിയാതെയാണോ? ഞങ്ങളെല്ലാരും അറിഞ്ഞു, പക്ഷെ സിനിമയിൽ വരുന്നോ അത് പുറത്ത് റിലീസ് ആവുന്നൊന്നും അറിയില്ലായിരുന്നു. വന്നതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞേ അല്ലേ? അതിന് ശേഷം ഇതുപോലെ സ്കൂളില് ഞങ്ങളുടെ മൂവി കാണിക്കാൻ കൊണ്ടുപോയപ്പോ ഇത് ഞാൻ പാടിയത് പാട്ട് പോലെ തോന്നിയല്ലോ. ഇൻഫോം ചെയ്തില്ല? ഇല്ല, അത് അറിഞ്ഞില്ല. അവർക്കും അറിഞ്ഞൂടാ, കാരണം 4-5 കുട്ടികൾ പാടിയിരുന്നു. അയ്യോ, അല്ലെങ്കിൽ പറഞ്ഞ കൂട്ട് അല്ലെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഇരിക്കുമ്പോ കേക്ക് ഞാൻ പാടിയ പാട്ടാന്നൊക്കെ പറഞ്ഞൊന്ന് തട്ടി കേൾപ്പിക്കാൻ തിയേറ്ററിൽ പോയിരുന്നപ്പോ ഇത് കേട്ടിട്ടുണ്ടല്ലോ ഞാൻ പാടിയ പോലെ. ചിൽഡ്രൻസ് ഫിലിമിന്റെ അവാർഡ് കിട്ടിയതാണ് ചിത്രക്കുഴൽ. എനിക്കൊന്ന് പാടിത്തരണേ പാട്ട് അല്ലെ? ഈ പറഞ്ഞ പോലെ ആരും അറിയാതെ പുറത്തു വന്നിട്ട് നമ്മളത് മോശമല്ലേ. എന്തായാലും ഞങ്ങൾ എല്ലാവരും ഒന്ന് അറിയട്ടെ അതേതാ ഒരു പാട്ട് എന്നുള്ളത് അല്ലേ. എന്തായാലും നമുക്ക് ഇരിക്കാം. ചേട്ടന് വിശന്നും കൂടെ നിൽക്കുമല്ലോ. ഇനി നിർത്തി വർത്താനം പറഞ്ഞ എന്നെ വല്ല വഴക്കും പറയും. ഞാൻ നേരിട്ട് ആക്രമണം. അപ്പൊ ഉച്ചയ്ക്ക് ഊണിന് പപ്പടം മസ്റ്റാ അല്ല ചേച്ചി? ഞാൻ എപ്പോഴും ഉണ്ടാക്കില്ല, ഇല്ല, അല്ലെങ്കിലേ വയറുണ്ട്. ഉള്ളതെല്ലാം കളഞ്ഞു. ഇനി അത് കഴിച്ചു നോക്കിയേ. ശ്വാസം പിടിച്ചിരിക്കുന്നു. ഇനിയിപ്പം പോയി മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഞാൻ പപ്പടാക്കി കൊടുക്കുകയല്ലേ, ഇപ്പഴേ വയറ് കൂടുതലാണ്. വയറൊക്കെ ഒട്ടിച്ചിരിക്കുവായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. സാലഡ് ഉഗ്രൻ. ടൊമാറ്റോ റൈസ് അല്ലേ? ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഇവർക്ക് എല്ലാവർക്കും. പ്രത്യേകിച്ച് ഞാൻ എന്നാ അത് അറിഞ്ഞോണ്ട് ഉണ്ടാക്കിയതേ അല്ല കേട്ടോ. രജനിയും വീട്ടില് ഉണ്ടാക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടം. എനിക്കും കൂടെ പാചകമൊക്കെ പറഞ്ഞു ചേട്ടാ. എന്നാ വിളി അയ്യോന്ന് വിളിച്ചേ? ഇവിടെ ഗംഭീരമായിട്ട് ഓരോ തരത്തിലുള്ള ഡിഷസ് അല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും കൂടെ അറിയണ്ടേ. എനിക്ക് മാത്രല്ല എന്റെ പ്രേക്ഷകർക്കും കൂടെ ചേർന്ന സ്പെഷ്യലൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കി അതാണ് വെജിറ്റബിൾ മഞ്ചൂരിയൻ. പിള്ളേർ പച്ചക്കറി തിന്നില്ലേല് തട്ടിപ്പോട് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി പഠിച്ചതാ. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ചേട്ടന്റെ കുട്ടിക്കാലവും ചേർത്തലക്കാരന്റെ വിശേഷവും ഒക്കെ ഒന്ന് പറഞ്ഞു. ചേർത്തലക്കാരനാണ്, പകുതി ചേർത്തലക്കാരനാണ്. അച്ഛൻ ചേർത്തലയായിരുന്നു, ഞാൻ തനി തിരുവനന്തപുരം. വാ ഞാൻ തന്നെ ഞാൻ ഇവിടെ തന്നെ പഠിച്ചത്. ഞാൻ എൻ്റെ വീട് തൈക്കാടായിരുന്നു. അച്ഛൻ ചേർത്തലയിൽ വന്നിട്ട് തൈക്കാടാണ് വീട് വെച്ച് താമസിച്ചത്. അപ്പോൾ അവിടെയാണ് ഞാൻ ജനിച്ചതും പഠിച്ചു വന്നതും എല്ലാം അവിടെ തന്നെ, തൈക്കാട് തന്നെ. കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ചത് മോഡൽ സ്കൂളിൽ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ കുട്ടിക്കാലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം ഒരു സർപ്രൈസ് അങ്ങോട്ട് കൊടുക്കണ്ടേ, എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം ശരിയാക്കി. ഗിഫ്റ്റല്ല, എൻ്റെ കുട്ടിക്കാലത്തെ സ്കൂളിലെ ഒരു ഫോട്ടോയാണ്. ഇതിനകത്ത് 1-2 വേണ്ടപ്പെട്ട ചിലരുണ്ട്, വളരെ വേണ്ടപ്പെട്ട ഒരാളുമുണ്ട്, മറ്റു ചില ഏറ്റവും പുറകിലുള്ള വരിയിൽ ശരിയാ ഏറ്റവും പൊക്കം കൂടിയ വ്യക്തി,
ഓഹോ അയ്യോ ഇത് ഏട്ടന്റെ അയ്യോ ഏട്ടന്റെ സ്കൂൾ ഫോട്ടോയാ അതല്ലേ? ഇത് ശരിക്കും ഞാൻ എന്നാ ഇത് ഭയങ്കര സിമിലാരിറ്റി വരാൻ തോന്നിയ കാര്യം എന്നാന്ന് വെച്ചാൽ ഈ സെയിം ഫോട്ടോ ഞാൻ എവിടെയോ കണ്ട മാതിരിയുണ്ട്. ശരിയാ. ഷാജി കൈലാസും ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചു വന്നവരാ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു അത് ഇന്ന് രാവിലെ മുതൽ തപ്പുമായിരുന്നു ഈ ഫോട്ടോ കിട്ടാൻ. ഓ അതങ്ങനെ കണ്ടുപിടിച്ച് ഞാൻ. താങ്ക് യു. അപ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ മോഡൽ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പോൾ അങ്ങനെ മോഡൽ സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ ആർട്സ് കോളേജ്, പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ ആയിരുന്നു പഠിത്തം. MA കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ അന്ന് മുതലേ പാട്ടും പാടി നടക്കുമായിരുന്നു സ്കൂൾ കാലഘട്ടം മുതലേ. പിന്നെ ഇങ്ങനെ മ്യൂസിക്കിനോട് ചേട്ടന് ബേസിക്കലി ഇഷ്ടമായിരുന്നേ? ബേസിക്കലി ഇഷ്ടമായിരുന്നു തീർച്ചയായിട്ടും. വീട്ടിൽ സദാസമയം പാട്ടാണല്ലോ, അച്ഛനും അമ്മയും എല്ലാം പാട്ടാണ്. എൻ്റെ ചേച്ചിയും മ്യൂസിക് MA ആയിരുന്നു അന്ന് മെയിനെടുത്ത് പഠിച്ചിരുന്നത്. ചേച്ചി പിന്നീട് ഇപ്പോൾ HOD ആയിട്ട് റിട്ടയർ ചെയ്തത് വിമൻസ് കോളേജിൽ നിന്ന്. അപ്പോൾ വീട്ടിൽ മുഴുവൻ സംഗീതമാണ്. അപ്പം നാച്ചുറലി വേണ്ടാന്ന് വെച്ചാലും അറിയാതെ വന്നു പോകുന്ന ഒരവസ്ഥയായിരുന്നു വീട്ടിൽ. അപ്പോൾ പഴയ കൂട്ടുകാരൊക്കെ ഇപ്പോഴും ഗെറ്റ് ടുഗെദർ ഒക്കെ ഉണ്ട്? തീർച്ചയായിട്ടും. ഇപ്പോഴും ഞങ്ങളുടെ സ്കൂളിലെ ഗ്രൂപ്പും കോളേജിലെ ഗ്രൂപ്പും എല്ലാം ഞങ്ങൾ തമ്മിൽ കൂടാറുണ്ട്. ഇപ്പം ഏട്ടൻ അല്ലാണ്ട് ആരൊക്കെ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പ്? സ്കൂൾ കാലഘട്ടത്തിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരുപാട് പേര്. ഇപ്പം എൻ്റെ ഈ ക്ലാസ്സിൽ തന്നെ എല്ലാം സെലിബ്രിറ്റീസ് ആണ്. എൻ്റെ കൂടെ പഠിച്ചവരെ. അങ്ങനെ ഞാനല്ല. അല്ല, എൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ ഉള്ള ഓർമ്മയിൽ പഠിച്ചു വന്നത് മോഹൻലാൽ ഉണ്ടായിരുന്നു, സുരേഷ്, മേനക സുരേഷ്, ഷാജി കൈലാസ്, പിന്നെ ശ്രീനിവാസ്, പാട്ടുകാരൻ ശ്രീനിവാസ്. അങ്ങനെ ഒരുപാട് പേര് സ്കൂൾ കാലഘട്ടത്തിലുണ്ടായിരുന്നു. എൻ്റെ സീനിയറായിട്ട് പഠിച്ചവരാണ് പ്രിയൻ ചേട്ടനും നമ്മുടെ ശ്രീകുമാർ ചേട്ടൻ, MG ശ്രീകുമാർ ചേട്ടൻ, മണിമ്പിള്ള രാജുചേട്ടനൊക്കെ എൻ്റെ വളരെ സീനിയറായിട്ട് പഠിച്ചവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. വേണുഗോപാലും ഞങ്ങളൊക്കെ ഒരുമിച്ച്, G വേണുഗോപാൽ. അപ്പോൾ അതൊരു സ്കൂളിലൊന്നും നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ. അന്ന് എല്ലാവരും ഈ പറഞ്ഞ പോലെ നാടകങ്ങൾ അഭിനയിക്കും, പാട്ടുപാടും. കോളേജിൽ വരുമ്പോൾ കോളേജിൽ എൻ്റെ കൂടെ അന്നും വേണുഗോപാലും ശ്രീനിവാസനുമുണ്ട്, TK രാജീവ് കുമാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ പ്രശസ്ത ഫോട്ടോഗ്രാഫർ ബാലൻ മാധവൻ, പിന്നെ ഒരു ഗോപാലകൃഷ്ണൻ, പിന്നെ നന്ദകുമാർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് നന്ദകുമാർ. അപ്പോൾ ഞങ്ങളൊക്കെ കൂടെ ചേർന്ന് ഇങ്ങനെ പാട്ടിനിടയിൽ തമാശ പറച്ചിലും അങ്ങനെ ഞങ്ങളൊരു മിമിക്രി ഗ്രൂപ്പ് കൂടെ ഉണ്ടാക്കി. മിമിക്രി ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ ഹാട്രിക്കാണ് യൂത്ത് ഫെസ്റ്റിവലിൽ, യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ. അതൊക്കെ പറ്റിപ്പോയതാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ അതിശയം തോന്നും. പക്ഷെ അതൊരു കഴിവുള്ളതുകൊണ്ടല്ലേ അല്ലേ? അല്ലെങ്കിൽ എന്നാ ചേട്ടാ ചെയ്യുന്നത് ശരിക്കും? ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു, വോയിസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ കുറെ ശബ്ദങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് അത്. പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഇപ്പൊ വരുമല്ലേ? പ്രാക്ടീസ് എനിക്ക് തോന്നുന്നു 85 ഒരു 90 മുമ്പ് എല്ലാം നിർത്തിവെച്ചു. പക്ഷെ എന്നാലും ആ കഴിവുണ്ടെന്ന് ഞങ്ങൾക്ക് കൂടെ ഉറപ്പാക്കണ്ടേ? ഒരെണ്ണം കാണിച്ചു തരൂ. കഴിവില്ല. അയ്യോ, ഒറ്റ വാക്കിലൊക്കെ രക്ഷപ്പെടാന്ന് നോക്കണ്ട ചേട്ടാ. എന്നതെങ്കിലും ഒന്ന് എന്നതായത് ഞങ്ങളെ പ്രേക്ഷകരെയും എന്നെ പറഞ്ഞു കൊതിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്നാ വിഷമാവൂന്നറിയാവോ? അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾ ഈ ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത് ഐറ്റംസ് കൂടുതലും. സ്റ്റേജിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ആർട്ടിസ്റ്റ് ആയാലും മതി, അല്ലെങ്കിൽ ഒരു കിളിയുടെ വോയിസ് ആയാലും മതി, എന്നതൊന്നും ഇല്ല. എന്നതേലും ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഈ കഴിച്ചതൊക്കെ ദഹിച്ചു പോകല്ലോ പെട്ടെന്ന്. ഞാനിത് ചെയ്യാൻ പറഞ്ഞോണ്ടാന്നോ? അതെ. ഒരു കാര്യം ചെയ്യാം. ഞാൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങളാണ് ശ്രമിച്ചിരുന്നത്. അപ്പോൾ അതിലൊരെണ്ണം പലയിടത്തുമൊക്കെ ഇപ്പോൾ ഞാൻ കാണിച്ചു കഴിഞ്ഞതാണ്. ഈ ടേബിൾ ടെന്നീസ് ബോൾ കണ്ടിട്ടുണ്ടല്ലോ, മുട്ട പോലുള്ള. ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ സിമെൻ്റ് ഇട്ട തറയിൽ തെറിച്ച് വീണു പോകുന്ന ഒരു ശബ്ദം. ശ്രമിച്ചു നോക്കാം. ശരിയല്ലേ? ഇപ്പൊ ഒരുപാട് പ്ലേ ബാക്ക് ചേട്ടൻ പാടിയിട്ടുണ്ട്. പക്ഷെ സെല്ലുലോയിഡിലേക്ക് വന്നപ്പം ചേട്ടൻ എനിക്ക് ഒറ്റ പാട്ടുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ചേട്ടനെ അറിയാത്ത ആ ഒരു മനുഷ്യനും ഇല്ല അല്ലേ? ശരിക്കും ശ്രീരാമേട്ടൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ആ പാട്ട് വെച്ചിട്ട് കാറ്റേ കാറ്റേ അത് പാടിയിട്ട് അതിലോട്ട് വന്ന കാര്യങ്ങളും കൂടെ ഒന്ന് പറയണം. പാടിയിട്ടേ തമിഴ് ഞങ്ങൾ പാടിയിരുന്നു, തമിഴ് വേർഷൻ. തമിഴ് വേർഷൻ പാടാം. മോക്ക് അതിന്റെ അറിയോ
വേർഡ്സ് മലയാളം. ഓക്കെ, ഒന്ന് പാടിക്കൂടെ അച്ഛനോട്? നേற்று என்பது ഇനി അതിലേക്ക് വന്ന വഴി ഒന്ന് പറഞ്ഞുതരാം. വന്ന വഴി എന്ന് പറയുമ്പോൾ ഇതുപോലെ ആദ്യകാലത്ത് ശരിക്കും ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ സമയത്ത് തന്നെ തരങ്കിണി എന്ന സ്റ്റുഡിയോ ഉണ്ടായിരുന്നു ദാസാറിൻ്റെ. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ ഒരുപാട് പാട്ടുകൾ കോറസ് പാടാനും അല്ലെങ്കിൽ അത്യാവശ്യം ട്രാക്ക് പാടാനും ഒക്കെ പോയിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു 80കളിൽ. അപ്പോൾ അന്ന് പ്രശസ്തരായിട്ടുള്ള എല്ലാ സംഗീത സംവിധായകരുടെയും പാട്ടുകൾ ഇങ്ങനെ കോറസോ അല്ലെങ്കിൽ ഒരു ട്രാക്കിൻ്റെ ഒരു അംശം പാടുവാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു 90-ന് ശേഷം ആകാശവാണിയിലെ ഉദ്യോഗം കിട്ടിയതോടുകൂടി ഇതെല്ലാം പോയി. പിന്നെ ഈ അത്യാവശ്യം ഓൾഡ് ഇസ് ഗോൾഡ് എന്നുള്ള ഈ ഗാനമേളകളും അല്ലെങ്കിൽ മറ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോങ്സ് വന്ന് പാടുമായിരുന്നു. അങ്ങനെ ഒരു ഗാനമേളയൊക്കെ പോയി വരുന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഞാൻ ആലോചിച്ചില്ല. 100% ആകാശവാണിക്ക് വേണ്ടി മാറ്റിവെച്ചു. പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ 2 വർഷം മുമ്പ് ജയചന്ദ്രൻ വിളിച്ചിട്ട് ഇങ്ങനൊരു പാട്ട് പാടുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. ശരിക്കും അതിശയമായിരുന്നു. കാരണം ഇത്രയും വർഷത്തിന് ശേഷമാണ് ഞാൻ പാട്ട് പാടുന്നത്. ഈ കോളേജിൽ പഠിച്ച് നടക്കുന്ന സമയത്തോ അല്ല അതിന് ശേഷമുള്ള കാലത്തൊന്നും പാടിയിട്ടില്ല. അപ്പോൾ ഒരു 32 വർഷത്തിന് ശേഷമാണ് ഞാനൊരു പാട്ട് പാടുവാൻ പോകുന്നത്. അത് വലിയ ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷെ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പാട്ടായിട്ട് തോന്നി. തീർച്ചയായിട്ടും ജയചന്ദ്രന് ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ കാറ്റേ കാറ്റേ എന്ന് പറയുന്നതിന് മുമ്പ് എം ജയചന്ദ്രൻ എന്നുള്ള പേര് പറയാതെ ഞാൻ പാടാറില്ല. എന്നെ ഇങ്ങനെ ഒരു ഇപ്പോൾ ഇവിടെ പോലും ഇവിടെ വന്നിരുന്ന ആനിയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് ഈ പാട്ട് കൊണ്ടാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ പാട്ട് എനിക്ക് തന്നത് മാത്രമല്ല, ഈ സിനിമയിൽ ഈ പാട്ട് എൻ്റെ വോയിസിൽ മതിയെന്ന് അവസാന തീരുമാനമെടുക്കുന്നത് സിനിമയുടെ സംവിധായകനാണ് കമൽ സാർ. അപ്പോൾ കമൽ സാറിനും എൻ്റെ വരികൾ എഴുതിയ റഫീഖ് അഹമ്മദിനും പിന്നെ ഇതിനോടൊപ്പം നിന്ന ഒരുപാട് പേരുണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇത് തന്നെ സെലക്ട് ചെയ്തെന്ന് ഞാൻ അറിയുന്നില്ല, പിന്നീട് അറിയുന്നത് കാര്യങ്ങൾ. ഈ വോയിസ് തന്നെ നമുക്ക് വയ്ക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ. അപ്പോൾ അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പാട്ട് എവിടെയും അവതരിപ്പിക്കാറുള്ളൂ. ചേട്ടാ, ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ആകാശവാണിയുടെ കാര്യങ്ങളൊക്കെ. ആകാശവാണി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരുപാടാണ് ശ്രോതാക്കൾ ഉണ്ടായിരുന്നത്. ആദ്യകാലത്ത് റേഡിയോ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ റേഡിയോ ഇന്ന് നിലനിൽക്കുന്നതിൻ്റെ കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റേഡിയോ നാടകങ്ങളോ അല്ലെങ്കിൽ പാട്ടോ നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് ഇതാര് പാടുന്നു അല്ലെങ്കിൽ ആരഭിനയിക്കുന്നു ഈ രൂപം നമുക്കറിയില്ല. നമ്മുടെ ചിന്തയിലാണ് ഇപ്പം നമ്മൾ 4 പേര് റേഡിയോ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ ക്യാരക്ടറായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരു ഭീമൻ അല്ലെങ്കിൽ രാവണനായിട്ട് വന്ന് അഭിനയിക്കുന്ന ഒരാൾ നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും കണ്ട ഒരു തടിച്ച അല്ലെങ്കിൽ വലിയൊരു മീശക്കാരൻ ഒരാളുടെ രൂപമായിരിക്കും ഈ രാവണനായിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നത്. ഇതാണ് നമ്മളെപ്പോഴും നമ്മളെ നിലനിർത്തുന്നത്. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പോയി, കാണുന്നില്ല. ശബ്ദത്തിലൂടെയാണ് നമ്മളെല്ലാം ഇമാജിൻ ചെയ്യുന്നത്. അതാണ് റേഡിയോ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഈ പറഞ്ഞ പോലെ അന്ന് വാർത്ത വായിക്കുന്നത് ആരാണ്, എല്ലാവർക്കും കാണാൻ കൗതുകമാണ്. ആരാണ് വായിക്കുന്നത്, എങ്ങനെ ഇരിക്കും, ശബ്ദം വെച്ച് നമ്മളൊരു രൂപം ഉണ്ടാക്കുകയാണ്. സത്യം.
അതുപോലെ തന്നെ ഇപ്പം നാടകത്തിൽ ഈ ടി പി രാധാമണി ചേച്ചി, ഞാനീ പറഞ്ഞ നന്ദകുമാറിൻ്റെ അമ്മ, പി ഗംഗാധരൻ നായർ സാർ, ഇവരൊക്കെ 100 നാടകങ്ങളാണ് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ കയറിയിരിക്കുന്ന ക്യാരക്ടേഴ്സ്. ഈ രാധാമണി ചേച്ചിയെ കാണാനായിട്ട് ഇതാരാണ് ഇത്ര നല്ല ശബ്ദമെന്ന് പറയുന്നത്, ഏറ്റവും മനോഹരമായിട്ടുള്ള ശബ്ദമാണ് ചേച്ചിയുടെ ഇപ്പോൾ പോലും. അപ്പോൾ ഈ കാമുകിയായിട്ടൊക്കെ അഭിനയിക്കുമ്പോൾ ഈ ശ്രോതാക്കൾ അന്വേഷിച്ച് വന്നിട്ടുണ്ട് ഇതാരാണെന്ന് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ റേഡിയോയിലൂടെ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, ഒരുപാട് വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങളും ആദ്യം മുതലേ ഇന്നും കൊടുക്കുന്നുണ്ട്. അതാണ് റേഡിയോ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഇപ്പൊ ചേട്ടാ ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നറിയോ, ഇപ്പൊ നമ്മൾ ആർട്ടിസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്യാരക്ടർ അറിയാം, നമ്മൾ ഇന്നതാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. സപ്പോസ് ഇപ്പോൾ ഒരു ഭീമന്റെ വേഷമാണെങ്കിൽ നമ്മൾ ആ അപ്പിയറൻസിൽ തന്നെ നമ്മൾ ഭീമനാവും, അപ്പൊ നാച്ചുറലി നമ്മുടെ ക്യാരക്ടർ ആയി മാറുകയാണ്. പക്ഷെ റേഡിയോയിൽ അങ്ങനെ അല്ലല്ലോ. അവിടെ നമ്മള് മേക്കപ്പോ ഒന്നുമില്ല, ശബ്ദത്തിൽ കൂടിയാണ് നമ്മൾ ആ ക്യാരക്ടറായി മാറുന്നത്. അതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യും? നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കും? അല്ല, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പം നന്നായിട്ട് വേദിയിൽ അഭിനയിക്കുന്ന ഒരു നടൻ ഒരു പക്ഷേ റേഡിയോയിലെ നാടകത്തിൽ സക്സസ് ആവണമെന്നില്ല, അല്ലെങ്കിൽ ഒരു പാട്ടുകാരനാവണമെന്നില്ല. വേദിയിൽ പാടുന്ന വേറൊരു തരത്തിലാണ്. റേഡിയോയിൽ വന്ന് പാടുമ്പോൾ മിക്കവാറും പാട്ടുകാർക്ക് പോലും ഒരു ഭയമാണ് പാടുമ്പോൾ. പിന്നെ അതിനകത്ത് മിക്സിങ്ങോ പരിപാടികളോ ഒന്നുമില്ല. എങ്ങനെ പാടുന്നോ അത്, അല്ലെങ്കിൽ എങ്ങനെ പറയുന്നോ അത് പച്ചയ്ക്ക് കേൾപ്പിക്കുകയാണ്. അതിനകത്ത് ഈ എന്താണ് നെയ്യോ വെണ്ണയോ പ്രത്യേക പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല ടാലൻ്റ് ഉള്ളവർക്ക് റേഡിയോയിലൂടെ ഒന്ന് നമ്മളൊന്ന് പിടിച്ചിരുത്താൻ പറ്റുള്ളൂ. ഇപ്പത്തെ FM-ഉമായിട്ടും റേഡിയോ ജോക്കീസും തമ്മിലൊക്കെ നോക്കുകയാണെങ്കിൽ ചേട്ടൻ എന്നാ പറയുന്നത്? അല്ല, കാലം മാറിയ ലാംഗ്വേജ് ഞാൻ പറഞ്ഞില്ല. അത് രണ്ട് അഭിപ്രായമുണ്ട്. ഒന്ന്, ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം ആകാശവാണി നിലനിൽക്കുന്നത് നമ്മുടെ പാരമ്പര്യം കൂടെ കാത്തു സൂക്ഷിക്കാനൊരു ബാധ്യതയുണ്ട് ആകാശവാണിക്ക്. നമ്മുടെ എന്താണ് ഭാരതീയ സംസ്കാരം അതുകൂടെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു ബാധ്യത ആകാശവാണിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഷയിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോഴും അതുണ്ട്. ഇപ്പം പ്രിൻ്റ് മാധ്യമങ്ങളുണ്ട്, അത് നമുക്ക് എഴുതി കാണിക്കാനേ പറ്റൂ. വിദ്യാഭ്യാസം അല്ലെങ്കിൽ മഞ്ജീര ശിഞ്ചിതം എന്നൊക്കെ ഉള്ള വാക്കുകൾ ഇതൊക്കെയാണ് കൊടുക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഭാഷ ശരിക്കും നിലനിർത്താൻ ആകാശവാണിക്ക് ഒരു ബാധ്യതയുണ്ട്. ചേട്ടൻ എപ്പോഴും ഓൾഡ് ഇസ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പഴയ പാട്ടുകളെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ശരിക്കും അല്ലേ കാണുന്നത്. അതേപോലെ അച്ഛനെ പോലെ മോക്കും പഴയ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. പഴയ പാട്ടുകൾ അച്ഛാ പാടാൻ എന്ത് പ്രയാസമാണ്, അതിൽ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ട്. അങ്ങനെ കൂടുതലും പാടിയിട്ടുള്ളത് പഴയത് തന്നെ, പുതിയത് സത്യം പറഞ്ഞാൽ പാടിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഫുൾ ഞാൻ പഴയതാണ് കൂടുതലും പാടിയിട്ടുള്ളത്. അതുകൊണ്ട് ചില പാട്ടുകളൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര പാടായിട്ട് പഴയ പാട്ടുകൾ തോന്നും. ഞാനിപ്പം BA മ്യൂസിക് സെക്കൻഡ് ഇയർ മ്യൂസിക്. അപ്പൊ അതിനെയും കൂടെ ഇച്ചിരി ഒന്ന് ഹെൽപ്പ് ചെയ്യും അല്ലേ? ഇതേപോലെ ടഫ് സോങ്സ് ഒക്കെ പാടുമ്പോഴത്തേക്ക് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും, പക്ഷെ പാടി വരുമ്പോൾ അതിനകത്ത് മൈന്യൂട്ട്. അങ്ങനെ പാടിയിട്ട് പ്രയാസം തോന്നിയ ഒരു പാട്ട് ഏതാ? ചന്ദ്രപ്പളുങ്കു മണിമാല മണിമാല ശംഖുമാല ഓ ശംഖുമാല കന്യാകുമാരിയിലെ കല്ലുമാല ചന്ദ്രപ്പളുങ്കു മണിമാല മണിമാല ശംഖുമാല ഓ ശംഖുമാല കന്യാകുമാരിയിലെ കല്ലുമാല. മോക്ക് എന്നാ പാടാൻ ഇഷ്ടം? ഗസലാണോ മെലഡിയസ് സോങ്സ് ആണോ? എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എനിക്ക് ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട്. ഇഷ്ടം ഏറ്റവും കൂടുതൽ പാടാൻ ഇഷ്ടം മെലഡീസ് തന്നെയാണ്. ഏതാ ഏറ്റവും ഇഷ്ടം? എനിക്ക് ഞാൻ എപ്പോഴും സ്ഥിരം പാടുന്ന പാട്ടാ മാവിൻ ചോട്ടിലേന്ന്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണത്. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതരിൽ കുളിരുന്നിൻ ബാല്യം ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെൻ്റെ ബാല്യം ചെളിമൺ
തളിരോർമ്മ ബാല്യം മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നിൻ ബാല്യം ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെൻ്റെ ബാല്യം. സ്ഥിരം പാട്ടായത്. വീട്ടിലൊക്കെ ശരിക്കും ചേച്ചി നാടൻ ഭക്ഷണമാണോ? നാടൻ തന്നെയാണ്. അപ്പൊ ചേച്ചിക്ക് ഒരു മീൻകറിയും ചോറും കപ്പയൊക്കെ തിന്നാൻ തോന്നുന്നു. വീട്ടിൽ പോയി കഴിക്കും, അല്ലെങ്കിൽ എനിക്ക് എപ്പോ വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞ മേടിക്കും. അങ്ങനെ കുക്ക് ചെയ്യാത്തത് ഞാൻ സ്വയം എടുത്ത ഡിസിഷനാണ്, അല്ലാതെ എൻ്റെ അടുത്ത് കുക്ക് ചെയ്യരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ശരിക്കും ചേട്ടനും മോക്കും ചേച്ചിക്കും ആനീസ് കിച്ചന്റെ വക സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങളുടെയും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ആനീസ് കിച്ചണിൽ വന്ന് ഇതുപോലെ എന്തൊന്നൊക്കെയോ പറഞ്ഞു, വായിൽ വന്നത് ശ്രീറാമിന് പാട്ട് എന്ന് പറഞ്ഞ പോലെ എന്തൊന്നൊക്കെയോ പറഞ്ഞു. പക്ഷെ നല്ല ആഹാരം കഴിച്ചു. അതുകൊണ്ട് തീർച്ചയായിട്ടും ആനിക്കും ഈ എന്താ അമൃത ടിവിക്കും ഞങ്ങളെല്ലാവരും നന്ദി പറയുകയാണ്. എന്തായാലും ശ്രീരാമേട്ടൻ എനിക്ക് വന്ന് കയറിയപ്പോൾ തന്നെ ഒരു സസ്പെൻസും തന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആകാശവാണിയെക്കുറിച്ചും ഇപ്പോഴത്തെ FM-നെ കുറിച്ചും ആകാശവാണിയുടെ ട്രഡീഷനെ കുറിച്ചും എല്ലാം നമ്മളുമായിട്ട് പങ്കുവച്ചിട്ട് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ ചേട്ടനൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്.